CPIക്കെതിരെയും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെയും ആഞ്ഞടിച്ച് CPM പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയകുമാർ. ബിനോയ് വിശ്വം നാലാം കിട രാഷ്ട്രീയക്കാരനെ പോലെ പെരുമാറുന്നു. ഉത്തരം താങ്ങുന്ന പല്ലിയാണ് എന്ന മാനസികാവസ്ഥയാണ് CPIക്കാർക്കുള്ളതെന്നും S. അജയകുമാർ കുറ്റപ്പെടുത്തി. നിങ്ങൾക്ക് അവിടെ ഒറ്റയ്ക്ക് ജയിക്കാൻ വേണ്ടി കഴിയാൻ ഞങ്ങളുടെ വോട്ടുണ്ടല്ലോ ജയിച്ച് ഭാര്യയും ഭർത്താവോടും ഭരിച്ച് വല്ലാത്തൊരവസ്ഥയിലാക്കിയിട്ടല്ലേ അഗളി പഞ്ചായത്ത് ഇപ്പോൾ BJPയുടെ കയ്യിലേൽപ്പിച്ച്. എവിടെയെങ്കിലും 4 CPIക്കാരുണ്ടെങ്കിൽ 4 ആളുണ്ടെങ്കിൽ 5 സീറ്റാ ചോദിക്കുക. 4 ആളുണ്ടെങ്കിൽ 5 സീറ്റ് ചോദിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് CPI. അതല്ലേ നിങ്ങളുടെ അവസ്ഥ? എന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് CPIയുടെ കൗൺസിൽ യോഗം ചേർന്ന് മുഖ്യമന്ത്രിക്കും CPM നേതാക്കൾക്കുമെതിരായിട്ടാണ് അതിഗംഭീര വിമർശനം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വകുപ്പുകളൊക്കെ പത്രമാക്കി തങ്കാണോ? ഈ പാലക്കാട് നെൽകൃഷിക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതിൽ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലുള്ള പങ്ക് ചില്ലറയാണോ? അവർക്ക് 1 രൂപയെങ്കിൽ 1 രൂപ താങ്ങുവില വർദ്ധിപ്പിക്കാനും കൃത്യസമയത്ത് നെല്ലെടുക്കാനും നെല്ലിന്റെ വില കിട്ടാനും ആവശ്യമായിട്ടുള്ള എത്രമാത്രം ഇടപെടലാണ് നിങ്ങൾ ഈ വിമർശിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്? ആയിഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്ന്. ഷംനാം, ഈ നാലാംകട രാഷ്ട്രീയക്കാരനെ പോലെ പെരുമാറുന്നു, ഉത്തരം താങ്ങുന്ന പല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കോൺഗ്രസും BJPയും പോലും ബിനോയ് വിശ്വത്തെ പറ്റി ഒന്നും അങ്ങനെ പറയില്ല. എന്ന് പറഞ്ഞാൽ അതൊരു ബിലോ ദ ബെൽറ്റ് പരാമർശമാണല്ലോ. എന്തിനാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് അത്ര രൂക്ഷമായ വിമർശനം ഷംന? ഹാഷ്മി, അത് തന്നെയാണ്. നിരന്തരമായി ഇത്തരത്തിലുള്ള CPM CPI തർക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിൽ പോലും ഇത്തരം രൂക്ഷമായ ഒരു വിമർശനം ഇതാദ്യമായാണ്. പ്രത്യേകിച്ച് പാലക്കാട് ഒറ്റപ്പാലം മേഖലയിൽ, മണ്ണുത്തി മേഖലയിൽ നിരന്തരമായി ഈ CPI CPM തർക്കം നിലനിൽക്കുന്നുണ്ട്. കാലങ്ങളായുള്ള പ്രത്യക്ഷമായി തന്നെയുള്ള ഒരു തർക്കമാണത്. ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ അത് വളരെ പരസ്യമായി തന്നെ രംഗത്തെത്തിയതുമാണ്. ഇപ്പോഴാണ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തന്നെ നേരിട്ട് ബിനോയ് വിശ്വത്തിനെതിരെ ഇത്തരമൊരു കടുത്ത വിമർശനം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. ഉത്തരം താങ്ങുന്ന പല്ലിയെ പോലെയാണ് ഈ ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെയും മറ്റ് വകുപ്പ് മന്ത്രിമാരെയും ഒക്കെ ഇത്തരത്തിൽ വിമർശിക്കുമ്പോൾ സ്വന്തം പാർട്ടിയുടെ മന്ത്രിമാർ അല്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കുള്ള വകുപ്പുകൾ എങ്ങനെയാണ് എന്നുകൂടി സ്വയം വിമർശിക്കുന്നത് നന്നാവും എന്നുകൂടി പറയുന്നുണ്ട്. മറ്റൊന്ന്, ആകെ CPIക്കുള്ളത് 4 സീറ്റാണെങ്കിൽ അതിൽ 5 എണ്ണം CPI ചോദിച്ച് വാങ്ങുന്നുണ്ട്. ഈ CPIക്ക് എന്താണ് ഇത്ര കാര്യമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതായത് ഈ മുന്നണിക്കകത്ത് CPMന് തന്നെയാണ് ആധിപത്യമുള്ളത്, CPI വിമർശിക്കാൻ ആരുമല്ല എന്ന ഒരു തരത്തിൽ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇപ്പോൾ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ബിനോയ് വിശ്വത്തെ വിമർശിച്ച് പല നേതാക്കളും രംഗത്തെത്തിയിരുന്നെങ്കിൽ പോലും ഇത്ര കടുത്ത ഒരു ഭാഷയിൽ ഇതാദ്യമായാണ് ഇങ്ങനെ ഒരു വിമർശനം ഉണ്ടാകുന്നത്. അതും ഇന്നലെ നടന്ന ഒരു പൊതുയോഗത്തിലായിരുന്നു ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ മറുപടി. ഹാഷ്മി, അജയകുമാർ ചെറിയ നേതാവല്ല, ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തിലടക്കം ചരിത്രം കുറിച്ച നേതാവാണ്, ദീർഘകാലം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച നേതാവൊക്കെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാന തലത്തിൽ തന്നെ പ്രധാനപ്പെട്ട നേതാവാണ്. ആ നേതാവ് LDF സർക്കാരിൻ്റെ പോട്ടെ CPI ഭരിക്കുന്ന വകുപ്പുകൾ തന്നെയാണെങ്കിലും LDF സർക്കാരിൽപ്പെട്ട വകുപ്പാണല്ലോ. ആ വകുപ്പ് മോശമാണ് എന്ന് എന്താണ് LDFലെ തന്നെ പ്രധാന ഘടകകക്ഷിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറയുക എന്നൊക്കെ വെച്ചാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ഉണ്ടാക്കുന്ന ആഘാതം ചെറുതാവില്ല ഷംന? അതുതന്നെയാണ് ഹാഷ്മി. ഇതിപ്പോൾ ഈ ഒറ്റപ്പാലത്ത് കഴിഞ്ഞ കുറേ നാളുകളായി CPI CPM തർക്കം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPIയെ വിമർശിക്കുന്നത് LDFന് തന്നെ ദോഷം ചെയ്യും. അത് അറിയുന്ന ഒരു നേതാവ് കൂടിയാണ് അജയകുമാർ. പക്ഷേ എന്നിട്ടും എന്തിന് ഇത്തരം ഒരു പരാമർശം എന്ന് ഇനി എന്തായാലും മുന്നണിക്കകത്ത് അത് വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് എന്തിനായിരുന്നു ഇത്തരത്തിൽ രൂക്ഷ വിമർശനം എന്നാണ് ഇപ്പോൾ നേതാക്കളടക്കം ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം CPIയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിലടക്കം CPMന് നേരെ വലിയ വിമർശനം ഉയർന്നിരുന്നു. അതായത് വെള്ളാപ്പള്ളി നടേശനെ താങ്ങി നടക്കുന്നത് മുന്നണിക്ക് ദോഷം ചെയ്യും, ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അത് ഇടതുപക്ഷത്തിനോട് വെറുപ്പുണ്ടാക്കാൻ സാധ്യതയുണ്ടാകും, അതുകൊണ്ട് അതീവ ജാഗ്രത വേണം എന്ന തരത്തിലുള്ള ചില വിമർശനങ്ങളും അഭിപ്രായമൊക്കെ CPIയുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നിരുന്നു. അതിന് പിന്നാലെ കൂടിയാണ് ഇത്തരത്തിൽ ഈ CPM ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ഒരു മറുപടി എന്നതും കൂടി ശ്രദ്ധേയമാണ്. എന്തായാലും ആ പോര് അത് ഒറ്റപ്പാലത്ത് കുറെ കാലമായിട്ടുണ്ടെങ്കിലും അതിന് ഒക്കെ പുറമെ സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന ഈ ബിനോയ് വിശ്വം പിണറായി ഈ മറുപടികളൊക്കെ നമ്മൾ കാണുന്നതാണ്. അതിന്റെ ഒരു ബാക്കിയായി കൂടി വായിച്ചു കാണാം ഹാഷ്മീദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.